എല്ലാവർക്കും SSM ട്രാവലറിൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. കവി പൂന്താനം ഇല്ലത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് കാണുന്നത്. 1547 1640 കാലഘട്ടത്തിൽ ജീവിച്ച പ്രധാനപ്പെട്ട ഒരു ഭക്തി കലർന്ന രചനകൾ എഴുതിയിട്ടുള്ള, അതുപോലെ ജ്ഞാനപ്പാന എന്ന പ്രസിദ്ധമായ കാവ്യത്തിലൂടെ ആർജിച്ച ഒരു കവിയാണ് പൂന്താനം. അദ്ദേഹം ജീവിച്ചിരുന്നത് പെരിന്തൽമണ്ണയ്ക്കടുത്ത് കീഴാറ്റൂരിൽ പൂന്താനം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്ഥലം നിൽക്കുന്നത് പെരിന്തൽമണ്ണയിൽ നിന്ന് പാണ്ടിക്കാട് റൂട്ടിൽ 9 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് ഹൈവേയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇല്ലാണ് പൂന്താനം ഇല്ലം. ഒരു ഭക്ത കവിയായിരുന്നു, അതുപോലെ ഗുരുവായൂർ കൃഷ്ണൻ്റെ ഭക്തനായിരുന്നു. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന് പറയപ്പെടുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഇല്ലാണ്. ഇല്ലങ്ങളുടെ ഒരു മോഡൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. മുന്നിലൊരു പടിപ്പുര ഉണ്ടാവും, ആ പടിപ്പുര നമുക്ക് കാണാൻ പറ്റും. ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ റോഡൊക്കെ കെട്ടിയിട്ടുണ്ട്, ഇവിടെ ടാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് കൂടിയാണ് കൊണ്ടുപോകും. പക്ഷേ പണ്ട് ആളുകൾ ഇല്ലത്തിലോട്ട് കടന്നിരുന്ന വഴിയാണ് പടിപ്പുര എന്ന് പറയുന്നത്. ആ പടിപ്പുരയാണ് നമ്മൾ ഇടത് സൈഡിൽ നിങ്ങൾ കാണുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പടിപ്പുര എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിലൂടെ ആളുകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇല്ലത്തിൽ കയറി ചെന്നാൽ അതിൻ്റെ വലത് ഭാഗത്തായിട്ട് അതിൽ അവർ ശാസ്ത്രീയപരമായിട്ടാവും ഈ നമ്മൾ ഇല്ലങ്ങളുടെ ഓരോ പൊസിഷനും അതുപോലെ വീടുകളെ റൂമുകളൊക്കെ പണിയും. അപ്പോൾ അതിനനുസരിച്ച് പഴയ ഇല്ലങ്ങളിലൊക്കെ അടുക്കളയും അടുക്കളയോട് ചേർന്ന് കിണറും ഉണ്ടാവും. അതുപോലെ ഒരു കിണറാണ് വലത് ഭാഗത്ത് നിങ്ങൾക്ക് കാണുന്നത്. പിന്നെ ഇല്ലുണ്ട്, ഇല്ലത്തിനകത്ത് അത് 2 ഏരിയ സെക്ഷനായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടത് ഭാഗത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, പത്തായപ്പുര ഒരു സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്. അതുപോലെ അത് ഒരു നില കൂടി അതിൻ്റെ മുകളിലുണ്ട്. പിന്നെ സാംസ്കാരിക പ്രോഗ്രാമുകൾ നടക്കാൻ വേണ്ടി ഒരു ഓഡിറ്റോറിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു മരങ്ങളുടെ ഒരു കൂട്ടമാണ്. ഇവിടെ വവ്വാലുകളെ ആണ് നിറച്ചുള്ളത്. ചെറിയൊരു നമുക്ക് ഏതില്ലെങ്കിലും പെട്ടെന്ന് കാണുമ്പോൾ അവിടെ ഒരു ഇരുട്ടൊരു നിഗൂഢതയൊക്കെ ഫീൽ ചെയ്യും. ആ ഒരു ഫീലിംഗ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലും ഉണ്ടാവും. ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, പരിശുദ്ധിയോടുകൂടി മാത്രമേ ഇല്ലം മതിൽ കെട്ടിനകത്തേക്ക് പ്രവേശിക്കാവൂ. കാരണം പാദരക്ഷകൾ ഉപയോഗിക്കരുതെന്ന് പ്രത്യേകം കാണിച്ചിട്ട്. കാരണം ഈ ഒരു ഇല്ലം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇത് വെറും ഒരു അദ്ദേഹം ജനിച്ച ഒരു സ്ഥലത്തിനപ്പുറത്തേക്ക് വിശ്വാസപരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിനെ മഹാവിഷ്ണു ഉടലോടെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോയെന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലം കൂടി ഈ ഒരു ഏരിയയിലാണ്. ഈ പൂന്താനം ഇല്ലവുമായി ബന്ധപ്പെടുത്തി മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. അദ്ദേഹം 20ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞു. പക്ഷേ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് സന്താന സൗഭാഗ്യം ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹം കൃഷ്ണഭക്തനായിട്ടുള്ള അദ്ദേഹം, അല്ലെങ്കിൽ ഗുരുവായൂർ ഭക്തനായിട്ടുള്ള അദ്ദേഹം സന്താനഗോപാലം സ്ഥിരമായി ചൊല്ലുകയും അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് സന്താന സൗഭാഗ്യം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ കുറേ അധികം കാലം ഈ കുട്ടിക്ക് നിലനിൽക്കാൻ കഴിയാത്തൊരവസ്ഥയും ആ കുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പം അതിലൂടെ അത് കാരണം ഒരു പെയിൻഫുള്ളായിട്ടുള്ള അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാവുകയും സ്ഥിരമായിട്ട് ഒരു ഭക്തിയിലോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അതുവഴി ഭഗവാൻ കൃഷ്ണൻ തന്നെ സ്വയം മകനായിട്ട് ഹൃദയത്തിലുണ്ടെന്നും വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് വിഷ്ണു ഭഗവാൻ നേരിട്ട് അദ്ദേഹത്തെ സ്വർഗത്തിലോട്ട് ആരോഹണം ചെയ്തെന്ന് അറിയപ്പെടുന്ന സ്ഥലം. അപ്പോൾ വെറും ഒരു ഇല്ലത്തിനപ്പുറത്ത് വിശ്വാസപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു ഇല്ലവുമായി ബന്ധപ്പെടുത്തി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഭക്തിയുള്ള ആളുകൾക്ക്, ആ വിശ്വാസമായി നിൽക്കുന്ന ആളുകൾക്ക് ഇതൊരു ഭക്തിയുടെ ഒരു കേന്ദ്രം കൂടിയാണ്. പ്രത്യേക ദിവസങ്ങളിൽ ഇവിടെ സാംസ്കാരിക പ്രോഗ്രാമുകൾ നടക്കാറുണ്ട്. ഇതൊരു 4 കെട്ടില്ലാണ്.
സാംസ്കാരിക പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. എന്തെങ്കിലും ഒരു കൾച്ചറല്ല, സാംസ്കാരികമായിട്ടുള്ള എന്തെങ്കിലും നടക്കുന്ന ഏരിയ ഈ ഒരു മണ്ഡപത്തിലാണ്. വർഷത്തായിട്ട് നമുക്ക് പൂന്താനം ഇല്ലം പത്തായപുര, പണ്ട് നമ്മളെ അരി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരുന്ന സ്ഥലങ്ങളുണ്ട്, പത്തായപുര എന്ന് പറയും. ഒക്കെ ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ചില പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പല സാംസ്കാരിക പരിപാടികളും ഈ ഇല്ലത്തിൽ നടക്കാറുണ്ട്. ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പൂന്താനം തിരുമേനിക്ക് സ്വർഗാരോഹണം ലഭിച്ച പുണ്യസ്ഥലം. അപ്പം അദ്ദേഹം ഉടലോടെ ഇവിടുന്ന് സ്വർഗത്തിൽ പോയി എന്നൊരു വിശ്വാസം ഐതിഹ്യപരമായിട്ടുണ്ട്. അദ്ദേഹം ഒരു കൃഷ്ണഭക്തനായതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഇല്ലത്തിന് ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു പ്രതിമ ഉണ്ട്. ചെറിയൊരു പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു ചെറിയ വിളക്ക് വെക്കാനുള്ള ഒരു ഏരിയയൊക്കെ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ പഴയ ഇല്ലം ഏകദേശം ചില ഭാഗങ്ങളൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട്, പക്ഷേ പല പ്രോഗ്രാമുകൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ ആ ഭാഗത്ത് എന്തെങ്കിലും സ്റ്റേജൊക്കെ കെട്ടി പല പ്രോഗ്രാമുകളും കൾച്ചറൽ പ്രോഗ്രാമുകൾ ഉള്ള സമയത്ത് അല്ലെങ്കിൽ സാംസ്കാരിക പ്രോഗ്രാമുകളുള്ള സമയത്ത് നടത്താറുള്ള ഒരു ഏരിയയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഇത് തുറന്നിട്ടില്ല അവർ, കാരണം കൊറോണയുടെ സമയമായത് കാരണം ഈ ഇല്ല അടഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പല ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ കാഴ്ചയിൽ ഇവിടെ കാണുന്ന സമയത്ത് ഇവിടെ ആകെ ഒരു പ്രത്യേക ഒരു ഫീലാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഇവിടെ വരുന്ന ആളുകൾക്കത് അനുഭവപ്പെടുന്നത് മനസ്സിലാക്കാൻ പറ്റും. കാരണം വവ്വാലുകളുടെ ഒരു കൂട്ടം, ഇവിടെ നല്ല മരങ്ങളുടെ ഒരു ഏരിയയാണ്. നമുക്ക് ഒറ്റക്കൊക്കെ വരികയാണെങ്കിൽ ഒരു ചെറിയൊരു നിഗൂഢത ഉള്ള ഒരു രൂപത്തിലുള്ള ഒരു കാഴ്ച. പ്രത്യേകിച്ച് ഇന്നാണെങ്കിൽ വേറെ കാഴ്ചക്കാരൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതിനകത്തൊരാളുണ്ട് തുറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ തുറന്നിട്ടൊന്നുമില്ല. ഇവിടെ എന്താണ് പരിശുദ്ധിയോടെ മാത്രമാണ്, ചെരുപ്പൊന്നും ധരിക്കാതെ മാത്രം. കാരണം ഇത് പാവനമായിട്ടുള്ള സ്ഥലമായിട്ടാണ് വിശ്വാസികൾ കണക്കാക്കുന്നത്. വെറും ഒരു പൂന്താനം എന്നുള്ളൊരു കവി ചുറ്റിപ്പറ്റി മാത്രമല്ല, ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഭഗവാൻ മഹാവിഷ്ണു നേരിട്ട് ഈ പുണ്യസ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടതായും പൂന്താനത്തിനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതായും ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഇന്ന് ഗുരുവായൂർ ദേശത്തിൻ്റെ കീഴിലാണിത്. കാരണം ഇദ്ദേഹം ഗുരുവായൂർ ഭക്തനായതുകൊണ്ട് തന്നെ ഈ ഒരു ഇല്ലം ഗുരുവായൂർ ക്ഷേത്രം അല്ലെങ്കിൽ ഗുരുവായൂർ ബോർഡ് ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയാണ്. പിന്നെ അതുപോലെ പൂന്താനത്തിൻ്റെ ഒരു പ്രതിമ ഗുരുവായൂരിലും ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് ഈ ഇല്ലത്തെ ഒന്ന് ചുറ്റി നോക്കാം എന്താണ്. ഇപ്പം ഇവിടെയൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ ചെറിയ വാതിലുകളാണ് ഉള്ളത്, ചെറിയ ജനലുകൾ. അതുപോലെ വാതിലുകൾ കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പോൾ ഇരുമ്പ് കൊണ്ട് അടച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഒരാൾക്ക്, എനിക്കുണ്ടല്ലോ, ഞാൻ തന്നെ ഓൾറെഡി ഹൈറ്റ് കുറവാണ്, ഒരാൾക്ക് ഉയരത്തിലുള്ള ചെറിയ വാതിലുകളാണ്. പല ഇല്ലങ്ങളും 4 കെട്ടും 8 കെട്ടൊക്കെ ഉണ്ട്. നടുമുറ്റുള്ള ഒരു ഇല്ലത്തിനാണ് നമ്മൾ 4 കെട്ട് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പിറകിൽ ഇവിടെയൊക്കെ CCTV നിരീക്ഷണത്തിലാണ്. പഴയ തറവാടിലൊക്കെ നമ്മൾ കാണുമല്ലോ, മറ്റേ അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ഭാഗത്ത് അമ്മിയൊക്കെ വെച്ചിട്ട്. അതുപോലെ ഇവിടെ ഒരു എൻട്രൻസിൻ്റെ പഴയ ചീപ്പൊക്കെ ഇട്ടത് കണ്ടില്ലേ, നമ്മൾ ഇതുപോലുള്ള ഒരു പഴയ ടൈപ്പ് വാതിൽ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ പക്ഷേ ഇപ്പോൾ മോഡലായിട്ടുള്ള പുതിയ വീടുകൾക്കൊക്കെ നമ്മൾ ഇത്തരം ഒരു സ്റ്റൈല് ആളുകൾ ചൂസ് ചെയ്യുന്നുണ്ട്. പഴയ ഇങ്ങനെ അലകൊക്കെ വെച്ചിട്ടുള്ള ടൈപ്പ് വാതിലുകൾ. ഇവിടെയൊക്കെ ചെറിയ വർക്കൊക്കെ അവർ രണ്ടാമതൊന്ന് ചെറിയ ഫിനിഷിങ് വർക്കൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ മുകളിൽ കാണുന്ന മരങ്ങളൊക്കെ ഉണ്ട്, പഴയ മരങ്ങളാണ്, നല്ല തടിയുള്ള മരങ്ങൾ. പിന്നെ ഇത് നേരത്തെ നമ്മൾ കാണിച്ച ടൈപ്പ് ഉണ്ടോ, ചെറിയ ടൈപ്പ് ജനലുകൾ, നല്ല ഉറപ്പുള്ളതാണ്, പഴയത് തന്നെയാണ്. അതായത് 500 വർഷം മുൻപത്തെയാണ്. 1547 മുതൽ 1640 ജീവിച്ച മനുഷ്യരാണ്. അപ്പോൾ അത്രയും കാലം പഴക്കമുള്ള ഒരു ഇല്ലത്തെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ
അവിടെ ഒരു നില ഉണ്ട്, പഴയ മാളിക മുകളൊക്കെ ഉണ്ടാവില്ല, അതുപോലുള്ളൊരു മുകൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. മുകളിൽ ചെറിയ അല്ലേ ആളുകളൊക്കെ അവിടെ ചിലപ്പോൾ താമസിച്ചിട്ടുണ്ടാവും അദ്ദേഹം പണ്ട് കാലത്ത്. പിന്നെ പണ്ട് കാലത്ത് ഉള്ള ഈ ഇല്ലങ്ങളുടെ ഒരു പ്രത്യേകത നമുക്കറിയാൻ പറ്റും. അടുക്കളയോട് ചേർന്നിട്ട് തന്നെയാവും നമുക്ക് കിണറും ഉണ്ടാവുക. അടുക്കളയിൽ നിന്ന് നേരിട്ട് കിണറിൽ നിന്ന് വെള്ളം മുക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ അത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, അത് അടുക്കളയുടെ പഴയ ടൈപ്പ് ഉണ്ടല്ലോ, കണ്ടില്ല, നമ്മൾ പഴയ സിനിമകളിലൊക്കെ കാണാറുണ്ട്, കെട്ടി വലിച്ച് വെള്ളം കോരുന്ന ഒരു ഏരിയ, അതേ അവസ്ഥ. അപ്പോൾ അത് നേരെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ കിണറുണ്ടാവുക, പഴയ ഇല്ലങ്ങളിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ ഒരു കിണറാണ്. ഈ കിണറിന് അത്യാവശ്യം വ്യാസമൊക്കെ ഉണ്ട്, നല്ല വലുപ്പത്തിൽ തന്നെയാണ്. അത്യാവശ്യം വെള്ളവും ഇപ്പോഴും ഉണ്ട്, നല്ല വെള്ളമുണ്ട്. അന്നത്തെ കാലത്തൊക്കെ ധാരാളം ആളുകൾ സ്ഥിരേന വെള്ളം കോരിയുന്ന ഒരു ഇടമാണ്. ഇത്രയാണ് ഇവിടെ ഈ ഒരു നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റും. ഇന്നിപ്പോൾ ഇത് ഇവിടെ ടാർ ചെയ്തിട്ടുണ്ട്, ഈ ഭാഗത്തോട്ട് കുറച്ച് ടാർ ചെയ്തിട്ടുണ്ട്. അന്നിപ്പോൾ അങ്ങനെ ടാറിങ് ഓപ്ഷനൊന്നും ഉണ്ടാവില്ല. ആളുകൾ വരുന്ന ഒരു പഠിപ്പുര ഏരിയയാണ്, അതിങ്ങനെ ഒരു കെട്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി മൊത്തം മരങ്ങൾ. അവിടെ വവ്വാലുകളുടെ ഒരു കൂട്ടാണ്, ആ സൈഡിലുണ്ടല്ലോ വവ്വാലുകൾ, നിറച്ച് വവ്വാലുകളാണ് അവിടെ മൊത്തം. ഇത് ഈ കാണുന്നത് മൊത്തം വവ്വാലുകളാണ്. എന്താ വെച്ചാൽ ഇവിടെ പ്രകൃതിയെ സംരക്ഷിച്ചിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ വേറെ കൺസ്ട്രക്ഷനൊന്നും നടക്കാത്തത് കാരണം തന്നെ മരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. സ്ത്രീകളൊക്കെ അന്നത്തെ കാലത്ത് വെള്ളം കോരിയുന്ന സ്ഥലങ്ങളാണ്. ജോലിക്കാരൊക്കെ ആവും വെള്ളം കോരിയിട്ടുണ്ടാവുക. ആ ഒരു കിണറാണത്. പിന്നെ ഇതൊക്കെ അടുക്കളയുടെ ഭാഗമാണ്. അന്നത്തെ ജനലുകളാണ്, നല്ല കട്ടിങ്ങനെയുള്ള ജനലുകളാണ്. പിന്നെ അടുക്കളയിലോട്ടുള്ള ഒരു എൻട്രൻസ്. ഇവിടെയൊക്കെ വാതിലുകളുടെ വീതി വളരെ കുറവാണ്. ഇങ്ങനത്തെ പഴയ ടൈപ്പ് നല്ല കനത്തിലുള്ള വാതിലുകളാണ്. ഇല്ല, അത് അടഞ്ഞ് കിടക്കുകയാണ്. പഴയ ടൈപ്പ് കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ ഓഫ്. വലിയ ഹൈറ്റൊന്നുമില്ല, വളരെ കുറഞ്ഞ ഹൈറ്റ്, കൃത്യമായിട്ടുള്ള ഹൈറ്റ് ഇത് അന്നത്തെ വാതിലുകൾക്കൊക്കെ ഉണ്ടാവും. നല്ല ശക്തിയുള്ള വാതിലുകൾ. ഇവിടെയുണ്ട് ജനലുകളൊക്കെ വളരെ ചെറിയത്. നേരത്തെ അപ്പുറത്തുനിന്ന് കാണിച്ച അതേ സ്റ്റൈലുള്ള ജനലുകളാണ്. ഇങ്ങനത്തെ ഇപ്പോൾ ഇപ്പോഴത്തെ വീടുകൾക്കൊന്നും ഇങ്ങനത്തെ തിണ്ടുണ്ടാവില്ലല്ലോ, 4 പുറം ഇരിക്കാൻ വേണ്ടിയിട്ട്. പഴയ പക്ഷെ നമ്മളെ സാധാരണ നാട് വീടുകൾ തന്നെ ഇങ്ങനത്തെ തിണ്ടുണ്ടല്ലോ, ഇരിക്കുന്ന തിണ്ടുകൾ പണ്ടത്തെ വീടുകൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് പഴയ ഇല്ലത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ വീടുകൾക്ക് ഇങ്ങനത്തെ ഒരു ഇരിക്കാനുള്ള ഇടങ്ങളൊന്നും ആരും വെക്കാറില്ല. അപ്പോൾ നേരിട്ട് ഇങ്ങനെ ചുവരിനോട് ചേർന്നാണ് വെക്കാറ്. ഇപ്പോൾ സിറ്റ് ഔട്ടിൽ മാത്രം നമുക്കിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നല്ലാതെ, ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പത്തായപ്പുര അവിടെ ഒരു നില കൂടെ ഉണ്ട് മുകളിലോട്ട്. അങ്ങനെ വെക്കണമെങ്കിൽ എന്തോരം കൃഷി ഈ ഇല്ലവുമായി ബന്ധപ്പെടുത്തി നടത്തിയിട്ടുണ്ടായി, അല്ലെങ്കിൽ അത്ര അധികം ധാന്യങ്ങളിവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനുള്ള തെളിവാണ് ഈ പത്തായപ്പുര. ഇങ്ങനെ ഒരു പത്തായപ്പുര ഒരു വീടിൻ്റെ ഒരു ഏകദേശം ഒരു സൈസുള്ള പത്തായപ്പുര ഉണ്ടാക്കണമെങ്കിൽ അത്രത്തോളം ധാന്യങ്ങളും കൃഷികളും ഇവർ നടത്തിയിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ചുറ്റുവട്ടത്തുള്ളത് നടത്തി അത് സൂക്ഷിച്ചിരുന്നു എന്നുള്ളതിന് തെളിവാണ്. കാരണം അതൊരു 2 നില കെട്ടിടമാണ്. ഇതിൻ്റെ മുകളിലോട്ട് പഴയ കാലത്ത് തന്നെ 2 നില കെട്ടിടമുണ്ട്. മേൽപ്പത്തൂർ ബ്രഹ്മദത്ത നമ്പൂതിരി പാട് അദ്ദേഹം ഒരു കൃഷ്ണഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമകാലികൻ തന്നെയായിരുന്നു നമ്മുടെ പൂന്താന നമ്പൂതിരി. അപ്പോൾ അവർ രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച ഒരേ കാറ്റഗറിയിൽ, അതായത് ഭക്തി സാന്ദ്രമായിട്ടുള്ള കൃതികൾ എഴുതുന്ന സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ എഴുത്തുകാരായിരുന്നു ഈ പൂന്താനും അതുപോലെ ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാടും. ഈ ഒരു കൃഷ്ണക്ഷേത്രം ഉള്ളത് പൂന്താന ഇല്ലത്തിന് ഓപ്പോസിറ്റായിട്ടാണ്. അപ്പോൾ പൂന്താനം ഒരു ഭക്തകവിയായിരുന്നു, അതുപോലെ ഗുരുവായൂരപ്പൻ്റെ വളരെ അടുത്തൊരു ഭക്തനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു കൃഷ്ണക്ഷേത്രം ഈ ഇല്ലത്തിന് തൊട്ടടുത്തായിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ
വരുന്ന സമയത്ത് നമുക്കത് കാണാൻ പറ്റും. ഇതാണ് ആ ക്ഷേത്രമുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയായിരുന്നു ജ്ഞാനപ്പാന എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് കൃഷ്ണ ഭക്തിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കൃതിയാണ് ജ്ഞാനപ്പാന. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഒരു ഏരിയക്ക് ജ്ഞാനപ്പാന മന്ദിരം തന്നെയാണ് നാമകരണം ചെയ്തിട്ടുള്ളത്.